ആദ്യം അവനവന്റെ കുറ്റങ്ങളും കുറവുകളും ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് നേരെയാക്കിയതിനു ശേഷം അന്യന്റെ കുറ്റങ്ങൾ അന്വേഷിച്ചു പോയാൽ മതി എന്ന് പണ്ടുള്ളവർ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ന്യായീകരിച്ച് മെഴുകാനുണ്ട്. എന്നിട്ടും അദ്ദേഹം കർണാടകയിലുള്ള ബുൾഡോസർ രാജിനെ വിമർശിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ആ വിമർശനങ്ങൾക്ക് കടുത്ത മറുപടിയുമായിട്ടാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാര്യം അറിയാതെ ഒന്നിനെ വിമർശിക്കാൻ നിൽക്കരുത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ പലസ്തീൻ വിഷയത്തിൽ പോലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. പക്ഷേ ബുൾഡോസർ രാജ്, അതായത് ഇപ്പോൾ കർണാടകയിൽ എനിക്ക് തോന്നുന്നു 2 ലേഔട്ടുകളിൽ ആയിട്ട് 200-ലധികം വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത്. ഇത് എന്ത് ന്യായീകരണം നിന്നാലും ഒരിക്കലും എന്റെ മനസാക്ഷിക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും അവിടെയുള്ള സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്കെല്ലാം തന്നെയും സർക്കാർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വീടുകൾ വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ താമസ സൗകര്യം ഉറപ്പാക്കും എന്നുള്ള രീതിയിൽ വാഗ്ദാനം അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുൻകൂട്ടി ആരോടും പറയാതെയാണ് ഇത്തരത്തിൽ വീട് തകർക്കലുണ്ടായത്. അതുകൊണ്ട് തന്നെ 400ഓളം കുടുംബങ്ങൾ വഴിയാധാരമായി എന്നുള്ള രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി വീട് നശിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യത്വപരമായ ഒരു നീക്കമല്ല. നമുക്ക് നമ്മുടെ ഭരണഘടനാപരമായി നമുക്ക് തന്നിട്ടുള്ള എല്ലാ അവകാശങ്ങളുടെയും ലംഘനമാണ് അതെന്ന് തന്നെ പറയണം. ഇപ്പോൾ ചെങ്കോട്ടയിലെടുത്ത് നടന്ന സ്ഫോടനത്തിൽ പ്രതിയായ ഒരാളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത ഒരു സംഭവം നമ്മൾ കണ്ടു. അതുപോലും ന്യായീകരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ഇപ്പോൾ അവർ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആൾക്കാർ പറയുന്നത് അവർക്ക് കൃത്യമായ ആധാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭിക്ഷ യാചിച്ച് നടക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കൃത്യമായ ആധാറുണ്ട്, നമുക്ക് തിരിച്ചറിയൽ രേഖകളുണ്ട്, അത്രയും വർഷം അവിടെ താമസിച്ച ആൾക്കാരാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ CPM-ന്റെ ഒരു നേതാവ് A റഹീം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ പൊളിക്കുമോ? അവർക്കവിടെ പട്ടയമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്കത് അവിടെ തിരിച്ചറിയൽ രേഖകളില്ല എന്ന് പറഞ്ഞ് ഒരിക്കലുമില്ല. കാരണം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചില സിനിമകളിലൊക്കെ കണ്ടിരുന്നത് പോലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഈ വിയറ്റ്നാം കോളനി പോലുള്ള സിനിമകളിലേക്ക് നമ്മൾ കണ്ടിരുന്നത് പോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവരെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ കമ്പനികളുടെയൊക്കെ കരാർ എടുത്തുകൊണ്ടുവന്ന് പൊതുജനങ്ങളെ വഴിയിലാകുന്ന ഒരു രീതി. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരെല്ലാം നമുക്ക് അടിച്ചമർത്താനുള്ള അവകാശം, അധികാരം നമുക്കുണ്ട് എന്നുള്ള തോന്നലാണ്. അത് അവിടെയാണ് തടയിടപ്പെടേണ്ടത്. അതിനെതിരെ ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ചോദ്യം ഉയരണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഇപ്പോൾ സിദ്ധരാമയ്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് കൃത്യമായ മറുപടി നൽകണം. ഇപ്പോൾ 200 വീടല്ല, ഒരു വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് മറിച്ചിട്ടത് എങ്കിൽ പോലും അതിന് കൃത്യമായ ഉത്തരം അവർ നൽകേണ്ട ബാധ്യത അവർക്കുണ്ട്. അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പക്ഷേ ഇത്രയൊക്കെ ന്യായീകരിച്ചാലും മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലിപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിനാണ് ഇത്തരത്തിലൊരു മറുപടിയുമായി അവരുടെ നിന്ന് ഉപമുഖ്യമന്ത്രി വന്നിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണോ നടക്കുന്നത്? പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെങ്കിൽ അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിനും വലിയൊരു പിഴവ് സംഭവിച്ചിട്ടില്ലേ? ഇപ്പോൾ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ സിദ്ധരാമയ്യെ പോലെ അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർക്കാരിനെ പോലെ തന്നെ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. വിമർശിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഞങ്ങളെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് വളരെ അപക്വമായ രാഷ്ട്രീയ അപക്വതയോടെയുള്ള ഉത്തരം തന്നെയാണ്. അല്ല, അവരുടെ ഈ ഒരു വിഷയം, ഈ ബുൾഡോസർ രാജ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെയുള്ള പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള നീക്കത്തിനെ മാത്രമാണ് വിമർശിച്ചതെങ്കിൽ നമുക്കും ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് എന്ന് എടുത്തു പറയുകയാണുള്ളത്. അതിനപ്പുറത്തേക്ക് RSS ഭരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് അത്തരത്തിൽ BJP-യോട് ചേർന്ന് അല്ലെങ്കിൽ BJP-യിൽ ഇന്ത്യയിൽ ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്ന ഒരു നേതാവുണ്ട്. ആരാണെന്നറിയോ? യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിനെയാണ് ബുൾഡോസർ ബാബ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. അതാണ് ഈ അധികാരം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് പാർട്ടി ഭേദമന്യേ
സാധാരണ മനുഷ്യരുടെ മേൽ കുതിര കയറാൻ കഴിയുന്ന അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാൻ കേരള സമൂഹം അനുവദിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്. പക്ഷെ പണ്ട് നടന്നിട്ടുണ്ട്. പണ്ട് വലിയ ഒഴിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട്. മുത്തങ്ങ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ആരാണ് ഭരിച്ചിരുന്നത്? അന്ന് CPM ആയിരുന്നില്ല ഭരിച്ചിരുന്നത്. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരും. ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കുതിര കയറാൻ നിൽക്കുന്ന എല്ലാ അധികാരവർഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഇത്തരം ചിന്തകളുണ്ട്. അതിന് സിദ്ധരാമയ്യയും കർണാടകയും സർക്കാരും ഈ പറയുന്ന DK ശിവകുമാറും എല്ലാം ഉത്തരം കൊടുക്കണം. ഈ ചോദിക്കുന്ന ഇപ്പൊ ഞാനും ഹർഷയും ഇവിടെ ഇരുന്ന് എന്തുകൊണ്ടത് പൊളിച്ചിട്ടു എന്ന് ചോദിക്കുമ്പോഴും അതിന് ഉത്തരം തരണം. തീർച്ചയായിട്ടും അത് അവരുടെ ബാധ്യതയാണ്, അവർ തന്നി തീരുവെന്നുള്ളത്. പിന്നെ അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ പോലും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ പരാതിയുമായി മുന്നോട്ട് പോയാലും ഇവർക്ക് സർക്കാരിനെതിരെയുള്ള പരാതിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പം സർക്കാരിനെതിരെയുള്ള പരാതി ആ ഒരു കേരളം പോലൊരു സ്ഥലത്താണെങ്കിൽ പോലും സർക്കാരിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോയാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനൊരു നീതി കിട്ടുന്നത്. സ്വാഭാവികമായും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ ഇവരിന്ന് സർക്കാരിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്ന് നീതി ലഭിക്കും, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന വാഗ്ദാനം ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴും അത് എന്ന് ലഭിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ. പൊളിച്ചിട്ടതിന് ശേഷം ഞങ്ങൾ വീട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു വീട് നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ കണ്ടു, ഒരു വീട് ഒരു പുനരധിവാസം നടക്കണമെങ്കിൽ എത്ര വർഷത്തെ പ്രയത്നമാണ് അതിന് പിന്നിലുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ അവരൊരു വീട് ഒരുക്കുന്നത് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഏരിയ ഒരുക്കുന്നത് വരെ ഇവർ എവിടെ പോയി താമസിക്കും എന്നുള്ളതാണ്. ഇവർക്കുള്ള അന്നം എവിടെ നിന്ന് കിട്ടും? ഇവർ എവിടെ പോയി തലചായ്ക്കും? ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. ഇവർ ഇത്തരത്തിൽ ഈ സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ സെറ്റിൽമെന്റിലേക്ക് ഇവരെ മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനത്തിലേക്ക് ഇവരെ മാറ്റിയതിനു ശേഷം അതും ബുൾഡോസർ രാജ് അല്ല ചെയ്യേണ്ടിയിരുന്നത്. ഈ മനുഷ്യത്വപരമായ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരെ കൃത്യമായ പുനരധിവാസം നടത്തിയതിന് ശേഷമാണ് ഇത്തരം നീക്കങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇവർ അവകാശപ്പെടുന്ന പോലെ ഇവരുടെ ഈ പറഞ്ഞ രേഖകളെല്ലാം തന്നെയുണ്ട്. അതെ, ആധാറാണെങ്കിലും തിരിച്ചറിയൽ കാർഡാണെങ്കിലും അല്ലെങ്കിൽ 20 വർഷത്തിന് പുറത്തായി താമസിക്കുന്ന ആൾക്കാരാണ്, ഭിക്ഷയാചിക്കുന്ന മനുഷ്യരാണ് എന്ന് പറഞ്ഞവർക്ക് ഡിഗ്നിറ്റിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അല്ല, യഥാർത്ഥത്തിൽ പണമില്ലാത്തവൻ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനാണ് എന്ന് പോലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ മനുഷ്യരാശിയായിട്ട് പോലും കണക്കാക്കാതെ വെറും മൃഗങ്ങൾക്ക് തുല്യമായി കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ പണമില്ലാത്തവന് വിലയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യം പോലും അത്തരത്തിൽ മാറി എന്ന് പറയുമ്പോൾ നമുക്കത് വളരെയധികം വേദനാജനകമാണ്. നമ്മളാണെങ്കിൽ പോലും നാളെ നമുക്ക് ഒരു രൂപ എടുക്കാനില്ലാത്ത സാഹചര്യം വന്നാൽ ഭിക്ഷയാചിക്കുന്നതിനേക്കാൾ കൂടുതൽ താഴേക്ക് നമ്മൾ പോകുമെന്നുള്ളതാണ്. അതിന് നമ്മുടെ സർക്കാർ തന്നെ, നമുക്കറിയാം പാവങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട സർക്കാർ, അല്ലെങ്കിൽ അവർക്ക് സമാധാനം നൽകേണ്ട, അവർക്ക് ഒരു രൂപ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവാദിത്വത്തോട് നോക്കേണ്ട സർക്കാരാണ് ഇന്നിപ്പോൾ അവരെ വഴിയാധാരമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവര് മുന്നോട്ട് പോയാൽ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ എന്ന് ഇവർ ഇത്രയും നാള് താമസിച്ചിരുന്ന, പണമില്ലെങ്കിലും സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ആ ഒരു കാലം ഇനി അവർക്കുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടി. ഇനിയിപ്പോ ഇത്രയും മാധ്യമ ശ്രദ്ധ ലഭിച്ചതുകൊണ്ട് തന്നെ ചിലപ്പോ ഇതില് ഒരു അപ്പോഴും എല്ലാവർക്കും പരിഹാരം ഉണ്ടാകാം. പക്ഷെ നിയമ നടപടി എത്രത്തോളം വേഗത്തിൽ പോകുന്നുള്ള കാര്യം സംശയം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ എത്ര നാളെടുക്കും, ഒരു പെറ്റി കേസ് ആണെങ്കിൽ പോലും അപ്പൊ ഇത്രയും വലിയൊരു കേസ് എത്ര നാളെടുക്കും എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു ബദൽ മാർഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തിന് ഇതിലിടപെടാം. ഇപ്പോൾ നമ്മൾ കണ്ടു സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വേലായുധന് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്തതുപോലെ അവിടെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ചെയ്തു കൊടുത്തു. അവിടുത്തെ പ്രതിപക്ഷം BJP അത് ചെയ്യാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ്.